മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള രണ്ടുപേരാണ് ശ്രീവിദ്യയും രാഹുലും. എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരദമ്പതികളെന്ന് ഇവരെക്കുറിച്ച് വേഗത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ കുറച്ചധികം നാളുകളായി തന്നെ ശ്രീവിദ്യയെക്കാളും കൂടുതലും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ശ്രീവിദ്യയുടെ ഭർത്താവായ രാഹുലിനോടാണ് എന്ന് പറയാം. രാഹുൽ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ സജീവമായി തുടങ്ങിയതിനു ശേഷം ഇവരുടെ വാർത്തകൾ അറിയാൻ മറ്റെവിടെയും പോകേണ്ട കാര്യമില്ല. ഇപ്പോഴിതാ വർഷങ്ങളായി ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹം, എന്നാൽ അധികം ആരോടും പറയാത്തൊരാഗ്രഹം സാധിച്ചെടുത്തിരിക്കുകയാണ്. കൊച്ചിയിൽ സ്വന്തമായ ഒരു വീട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച് വലിയൊരു സ്വപ്നമാണ്. ഇപ്പോഴിതാ അതുപോലെ തന്നെ രാഹുൽ ഇപ്പോൾ കഥ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമുള്ള സമ്പാദ്യം വെച്ച് കൊച്ചിയിൽ ചിന്നുവിന് വേണ്ടി ഒരു വീട് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഞങ്ങൾക്കൊരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഞെട്ടുന്ന രീതിയിൽ രാഹുൽ ഇത് പങ്കുവച്ചിരിക്കുന്നത്. ആരാധകർ വളരെയധികം ഞെട്ടി. എന്ത് വിശേഷമാണ് ഇവർ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്ന് എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ ഇവർ പങ്കുവച്ചത് ഇവരുടെ പുതിയ തുടക്കത്തിൻ്റെ ഒരു നല്ല വിശേഷം തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവർ ആ വിശേഷം പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും രാഹുൽ ഇത് പങ്കുവച്ചപ്പോൾ പ്രേക്ഷകർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. വിളക്ക് കൊണ്ട് ചിന്നുവും ഒപ്പം പപ്പാമ്മയും ചിന്നുവിൻ്റെ അമ്മയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാഹുലിൻ്റെ അമ്മയെ ചിന്നു വിളിക്കുന്ന പേരാണ് പപ്പാമ്മ. അതുകൊണ്ട് ഇപ്പോൾ രാഹുലിൻ്റെയും ചിന്നുവിൻ്റെയും ആരാധകരായ മലയാളി പ്രേക്ഷകർ പപ്പാമ്മ എന്ന് തന്നെയാണ് രാഹുലിൻ്റെ അമ്മയെ വിളിക്കുന്നത്. ഒരു തിരുവനന്തപുരത്തുകാരനായ രാഹുൽ എറണാകുളത്തെത്തി യാദൃച്ഛികമായി കാസർഗോഡുകാരിയായ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ന നടിയെ കാണുകയും പിന്നീട് സൗഹൃദവും പ്രണയവും ഒക്കെ ആവുകയും ചെയ്തത് എല്ലാം ഒരു വിധിയായി തന്നെ കാണുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ പപ്പാമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളതും ഈ ശ്രീവിദ്യ എന്ന ചിന്നു എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട മരുമകൾ തന്നെയാണ്. പപ്പാമ്മയ്ക്കൊരു കുറവുമില്ലാതെ രാഹുൽ എങ്ങനെയാണോ പപ്പാമ്മയെ മുന്നിൽ നോക്കിക്കൊണ്ടിരുന്നത് അതിലും ഭംഗിയായിട്ടാണ് ചിന്നു നോക്കുന്നതെന്ന് രാഹുൽ പറയാറുണ്ട്. ചിന്നുവിനെ വിവാഹം കഴിക്കുന്ന സമയം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. നുള്ളിപ്പെറുക്കിയാണ് ഞാൻ ജീവിച്ചത്. കയ്യിലുണ്ടായിരുന്നതെല്ലാം നുള്ളിപ്പെറുക്കി ഞാൻ വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ ചിന്നുവിൻ്റെ ആഗ്രഹം നമുക്കിവിടെ വീട് വാങ്ങാൻ പറ്റുമോ എന്നതായിരുന്നു. അന്ന് ചിന്നു എന്നെ കളിയാക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ചിന്നു എന്നോട് ഇനി ചോദിച്ചതാണോ എന്ന് പോലും എനിക്കന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് ആ ചിന്നു കാരണവും നിങ്ങൾ കാരണവും എൻ്റെ കഥ പറയൽ കാരണവും എനിക്ക് സ്വന്തമായൊരു സമ്പാദ്യമുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരെ അതുകൊണ്ട് എത്തിച്ചു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു എന്നുകൂടി എനിക്ക് പറയാമല്ലോ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.